അപ്പോൾ ഗൈസ് ഞാനൊരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു RO ഫിൽറ്ററിൻ്റെ ജസ്റ്റ് അവസ്ഥകൾ കാണിച്ചു തരാം. നല്ല അയണുള്ള വെള്ളമാണ്. പ്രീ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടില്ലേ, പക്ക ഡാർക്ക്. അപ്പോൾ ആൾറെഡി ഇവർ വെസൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചെളിയൊക്കെ മാറിയിട്ട് അയൺ മാത്രം വെച്ചേക്കുന്ന. പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഇവർ അയൺ റിമൂവറും വെച്ചിട്ടുണ്ട്, പക്ഷേ അയൺ പിടിക്കുന്നില്ല. അപ്പോൾ അയൺ റിമൂവർ കഴിഞ്ഞിട്ട് വന്നേക്കുന്ന വെള്ളത്തിൽ പക്ക അയണുണ്ട്. ഇതാണ് ഫിൽറ്ററിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളിതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുമല്ല, എന്നാലും അയണൊക്കെ 100% റിമൂവ് ആകത്തില്ലായിരിക്കും. അറിയത്തില്ല, അതിനെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ നോക്കണം. ഓക്കെ, കാരണം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവർ വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ മെമ്പറൈൻ കാണിച്ചു തരാം. മെമ്പറൈനിൽ നല്ലപോലെ ഉണ്ട്, അതിൻ്റെ അത്രയും വന്നിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ മെമ്പറൈൻ ഇതാണ് അവസ്ഥ. കസ്റ്റമർ പറയുന്നത് ഫിൽറ്റർ മാറണ്ട, അതിൻ്റെ ആൾറെഡി അവർ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ട് മാറാതെ പോകും നമ്മൾ ശരിയല്ല. അപ്പോൾ നമ്മളവിടെ ആൾറെഡി ഉപയോഗിച്ചിരുന്നത് ബ്ലൂ മാക്സ് എന്ന മെമ്പറൈനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ഒരു വെടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഏതായാലും അവരുടെ അത്രയും വാട്ടർ യൂസേജിന് ഈ ഒരു ഫിൽറ്റർ സിസ്റ്റം മതി, അതായത് ഈ ഒരു മെമ്പറൈൻ മതി. അപ്പോൾ നമ്മളങ്ങനെ ഫിൽറ്ററൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റോളം ജസ്റ്റ് ഓണാക്കി ഇതിന് ലീക്ക് ഉണ്ടോ ചെക്ക് ചെയ്യണം. കാരണം ട്യൂബും കളർ കംപ്ലീറ്റ് മാറിയായിരുന്നു. അപ്പോൾ ഫുള്ള് ഒരു 10 മിനിറ്റോളം ചെക്ക് ചെയ്ത്